ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ, ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ ഫ്യൂഷൻ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ പറയുവാണേ, ഈ ഇറ്റാലിയൻ ബർമസിലി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് പായസമാകുമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ഇത് പാസ്തയാകുമോ എന്ന്. പക്ഷെ ഡോണ്ട് വറി, നമ്മൾ മലയാളികൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ. നമ്മുടെ തനതായ രീതിയിൽ അത് തന്നെ നമ്മുടെ സ്വന്തം ഏലക്കായും നെയ്യും ഒക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു സ്വാദും മണവും ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ടല്ലോന്നേ ഏത് ഇറ്റാലിയനും ഒന്ന് മലയാളിയായി പോകും കേട്ടോ. ഈ ഇറ്റാലിയൻ ബർമിസിലിയില്ലേ, ഇവനെ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ ചോദിച്ചു, ഇറ്റാലിയൻ സാർ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആകുമോ എന്ന്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്യൂഷൻ ഐറ്റം ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് കളിയാക്കി. എന്നാലും ഞാൻ ഓർത്തു, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവനെ ഒന്ന് മലയാളിവൽക്കരിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ഞാൻ 18 അടവും പയറ്റി ഞാൻ എൻ്റെ ഈ പായസത്തിലേക്ക് ഓരോ അംഗങ്ങൾ കുറിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് ഇവനെ അങ്ങ് ഞാൻ ആറ്റിറ്റ്യൂഡ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ പറയാത്തതെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ സേമിയ പായസത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ, അതായത് പഞ്ചസാര, പാല്, ഏലക്ക, നെയ്യ്, കാഷ്യൂ, കിസ്മിസ്, പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടവർക്ക് അതും ചേർക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ ഇതിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇറ്റാലിയൻ ബർമിസിലി യൂസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപാര ടേസ്റ്റ് ആയിരുന്നു. എന്നെ കളിയാക്കിയവരെല്ലാം ഇന്ന് എൻ്റെ പായസം വെരി നൈസ്, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് പുകഴ്ത്തി. അപ്പോൾ പിന്നെ നമ്മളും ഒന്ന് പുകഴ്ന്നു, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ്, നാളെ എനിക്ക് വേറൊരു ഐറ്റം ട്രൈ ചെയ്യാനുണ്ട്, ഒരു പിസ്സ പായസം. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഈ ഇറ്റാലിയൻ മലയാളിയൊക്കെ ആകുമ്പോൾ സക്സസ് ആയ സന്തോഷത്തിൽ ഞാൻ പോവുക കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.